തിരുത്തി പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? തിരുത്തി പറഞ്ഞപ്പോ അനസ് മൗലവിയെ പ്രവർത്തകന്മാർ പരസ്യമായിട്ട് ചോദ്യം ചെയ്തു. ഇതൊക്കെ ഏതെങ്കിലും, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ്, സംഘടനാപരമായ പ്രശ്നങ്ങളല്ല, കർമ്മശാസ്ത്രപരമായി സംഭവിക്കാവുന്ന ശാഖാപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല. 1,24,000 വരുന്ന നബിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരിലൂടെ പരിസമാപ്തി കുറിച്ച നബിമാരുടെ ശൃംഖല പഠിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ വഹ്ദാനിയത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഏകത്വമാകുന്ന ആ തൗഹീദ്, അതിന്റെ പേരിലാണ് ഇവർ തമ്മിലടിക്കുന്നത്. അഥവാ വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്യുകയാണ്. അനസ് മൗലവി എടവണ്ണ ആദർശ വിശദീകരണ പരിപാടിക്ക് പോയപ്പോ അനസ് മൗലവിയെ പ്രവർത്തകർ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയാണ്. സക്കരിയ മൗലവി അതും വിശദീകരിക്കട്ടെ. അടുത്തത് മാറ്റി പറഞ്ഞതും തൗബ ചെയ്തതും, അങ്ങനെ മുജാഹിദ് കാലത്തിന് നാണം കെട്ട തൗബ എന്ന ഒരു സംഗതി ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല. എടവണ്ണ ജാമിയയിൽ പോയിട്ട് ആദർശ വിശദീകരണ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടി അനസ് മുസ്ലിയാർ തൗബ ചെയ്യാൻ. എന്താ തൗബ? ഇത്ര കാലം പറഞ്ഞ തൗഹീദ് തെറ്റായിരുന്നു, അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്യാണ്. 1 നൂറ്റാണ്ട് പിന്നിട്ട് ഞങ്ങൾ തൗഹീദ് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ആർക്ക്? സാധാരണക്കാർക്കില്ല. തൗഹീദിന് വേണ്ടി വാദപ്രതിവാദം നടത്തിയ, തൗഹീദിന് വേണ്ടി പ്രസംഗം നടത്തിയ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും തൗഹീദ് ഇസ്ലാഹി. നോക്ക് ആർക്ക്? തൗഹീദിന് വേണ്ടി ഖണ്ഡന പ്രഭാഷണങ്ങൾ നടത്തിയ, തൗഹീദിന് വേണ്ടി സംവാദങ്ങളിൽ ഏർപ്പെട്ട, തൗഹീദിന് വേണ്ടി സ്റ്റേജുകളിലും പേജുകളിലും വർഷങ്ങളോളം ചെലവഴിച്ച മുജാഹിദ് വിഭാഗത്തിലെ ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്ക്, സാധാരണക്കാർക്കല്ല. പണ്ഡിതന്മാരെ പോലെ ഇതാണെങ്കിൽ ഇവരെ പിന്നിൽ യഥാർത്ഥ തൗഹീദ് ഉണ്ടെന്ന് വിശ്വസിച്ചു നടന്ന പാവപ്പെട്ട വിശ്വാസിയുടെ തൗഹീദിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞങ്ങളെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുടെ അവസ്ഥയാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. ബാക്കി പറയട്ടെ. ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ആ തൗബ ഞാൻ പറയുന്നു ഞങ്ങൾ യഥാർത്ഥവാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഇതിനോടത്തോളം ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഒരാള് മുശ്രിക്കായാല് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? കലിമ ചൊല്ലി തിരിച്ചു വരണ്ടേ? കലിമ ചൊല്ലിയിട്ട് മടങ്ങി വരണ്ടേ? ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മൂപ്പര് ഉറപ്പ് പറയുന്നില്ല. ഞങ്ങളടുത്ത് അങ്ങനെ ഏത് നേരത്തെ പച്ചയായിട്ട് നമ്മൾ കണ്ടതാണ്. ജബ്ബാർ മൗലവി പറഞ്ഞതിനെ, ആ ശിർക്കിനെ ന്യായീകരിച്ചു നടന്ന ആള് ഇതാണ്. തൗഹീദ് 2012 എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഇത്. ബാക്കി പറയണേ. അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ഇന്നോടത്തേർന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസനവും പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യുന്നത് എന്താ? നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാനൊരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അങ്ങ് പറയാണ്, അക്കൂട്ടർക്ക് തൗബയുണ്ട്. അങ്ങ് പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കള്ള ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ് ഏറ്റെടുക്കുന്നത്? എവിടെങ്കിലും കളവ് നടത്താൻ പോയതല്ല. വിശ്വാസിയുടെ ഈമാൻ കട്ടെടുത്തതിന് 19 കൊല്ലം പഠിപ്പിച്ച തൗഹീദിനെ പറ്റിയാ പറയുന്നത്. ഞങ്ങൾ പ്രതികളായിക്കോളാം. അതിനിടയിൽ മരണപ്പെട്ടു പോയ പാവപ്പെട്ട വിശ്വാസികളുടെ ഉത്തരവാദിത്തം ആരാണ് അനസ് മൗലവി ഏറ്റെടുക്കുക? ഞങ്ങൾ പ്രതികളായിക്കോളാം. കുംഭസാരം പറയട്ടെ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ചിക്ലി കിട്ടിയാൽ മതി. അത് നമ്മൾ പറയണല്ലോ കേട്ടോ, നമ്മൾ പറയല്ല. ഞാൻ ഫസ്റ്റ് വില പിളർപ്പന്തേ പൈസ അവിടുന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഓലെ പരിഗണിക്കണം. അതന്നെ ഇപ്പൊ സക്കരിയ മൗലവിയും പറയുന്നത്, ചിക്ലി കിട്ടിയാൽ മതി, ഞങ്ങൾ പ്രതികളായിക്കോളാം. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല,
ആ വിശ്വാസം ഞങ്ങൾ പേടിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹുവിന്റെ ഹൃദയമറിയുന്നവരോട് ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട്, ഞങ്ങൾ ചെയ്തവിടെ തെറ്റുണ്ട്, ലോകത്തോട് പറയാനും ഒരു തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാനാണെന്ന് പറഞ്ഞു. ശരിയാ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ പോയി. നല്ല തൗബ. നാറിയവനെ പേറിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി അതാരാണ്? ബാക്കി പറയട്ടെ. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. അത് ശരിയാകുമ്പോൾ നാറിയവനെ പേറിയോ സംശയമല്ല, ഇപ്പൊ ഉറപ്പായി. പക്ഷെ നാറിയവൻ ആരാന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അത് എത്ര മത്സരിക്കുകയാണോ വളരെ ഫിറ്റാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഉദ്ദേശിച്ചത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണോ? അത് ശരിയല്ല. അബ്ദുൽ ജബ്ബാറിനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൂട്ടിക്കൊണ്ട് നടന്ന് ഒരുപാട് തെറ്റ് വാദപ്രചാരത്തിന് കൂടെ ഇരുത്തി അവസാനം നാറിയെന്ന് വിളിക്കുക. സക്കരിയ സലാഹിബിന് അങ്ങനെ നാറിയെന്നൊന്നും വിളിക്കൂല എന്നാണ് മൂപ്പരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവണത്. നോക്കി നോക്കാം. നാറിയവനെ പേറി എന്ന് പറയാ തൗബയിലല്ലേ. ഞാൻ എന്തായോ സക്കരിയ സലാഹി അബ്ദുസ്സലാം സിദ്ദീഖിനെ പറ്റി നാറിയുടെ പേറി മൂപ്പരും പറഞ്ഞേക്കണ്. പടവൂരികളെ നീ നാളും അയാളെ പേറിയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ ഞാൻ തൗബയിലൊക്കെ പറഞ്ഞല്ലോ, ഇത് തൗബയാണ്. തൗബ എന്ന് പറയുമ്പോ ഒരു ഇബാദത്തല്ലേ, അല്ലേ? തെറ്റ് ബോധ്യപ്പെട്ടിട്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് അള്ളാഹോടും നാട്ടുകാരോടും ഒക്കെ വിളിച്ചു പറയല്ലേ. അതിന്റെ അടിയിലിട്ട് ജിന്നുകളോട് വാദം തന്നെ ജബ്ബാർ വലിക്കില്ല. ജിന്നുകളോട് സഹായത്തോടെ ശിർക്കല്ലാത്തൊരു വാദം ജബ്ബാർ വലിക്കില്ല. അപ്പൊ ആദ്യം നുണ അവസാനം തെറി. നല്ല തൗബ. ഇതെന്തിനു? തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ആൾക്കാരാണ്, ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആൾക്കാരാണ്. നൂറ്റാണ്ടുകളായി ഇവിടെയുള്ളതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടികളായിട്ട് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആ വിശ്വാസം വേറിയിട്ടില്ല ജീവിതത്തിലൊരു കാലത്തും. അപ്പോ ശിർക്കല്ല എന്ന് പറയാ, മനസ്സിലെന്താ? ശിർക്കാണ്. അപ്പൊ ടീപ്പിന്റെ അതേ കോലം. ടീപ്പി നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ ചോദ്യം ബാധകല്ല. നോക്കി നിങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റെങ്കിൽ എന്റെ വാക്കുകൊണ്ടോ അത്രമാസങ്ങളുടെ വാക്കുകൊണ്ടോ അതുപോലെ അണിഫാറ്റിന്റെ വാക്കുകൊണ്ടോ നമുക്ക് ഇയാളെ ഏറ്റെടുക്കുക. ഇതിനാ കുമ്പസാരം എന്ന് പറയാ, അച്ചായന്റെ കുമ്പസാരം അല്ലേ? എല്ലാവരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടി കുമ്പസരിക്കുക. ഇതവര് മൂന്നാളും മാത്രമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിലുള്ളൂ. വേറെ ആരുമില്ലേ? വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുകാൻ പറ്റുമോ? എന്തായി പറയുന്നത്? അപ്പൊ എന്റെ വാക്കുകൊണ്ട് അത്രമാസങ്ങളുടെ വാക്കുകൊണ്ട് അത്രമാസം തോന്നിയോ? ഇപ്പം ചാക്കി വെച്ചാ പൊതുവല്ലോ പൊട്ടനല്ലോ. അനീബ തോമ്പെയ്തോ? അനീബ തോമ്പെയ്തില്ല, തോമ്പയ്യൂല. ഓർക്കറിയത് ക്ലിപ്പായി വരുന്നു. ഇവരെ ചാക്കി വെച്ച് പൊന്തിച്ച് എന്തായിട്ടെന്ന് പറ്റണ്ട സംഗതി പറഞ്ഞല്ലോ. അങ്ങനെ കൊണ്ടുപോയി തോന്നിച്ച് എന്നിട്ട് ക്ലിപ്പ് ഇവരൊക്കെ ചെയ്തത് ഞങ്ങളിറക്കിയതല്ല, ഞങ്ങളിതാ തോപ ചെയ്തിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ മലക്കം മരിച്ചതിന്റെയൊക്കെ കാരണം എന്താണ് ഇപ്പൊ പുറത്തു വന്നു. അതെ, ഈ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഉപയോഗിച്ച ഈ വാക്കുകൾ അയാൾ പൊട്ടനാണെന്നൊന്നും നമ്മൾ പറയണില്ല. നമ്മൾ ആദർശപരമായ വിഷയങ്ങൾ മാത്രമേ ഇത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്. ഒരേ പാത്രത്തിൽ ഉണ്ടും ഉറങ്ങിയും താമസിച്ച് ജീവിച്ചിരുന്ന ആൾക്കാര് അവര് പറയുന്നതാണ്. അയാള് ബുദ്ധിയുള്ള ആളാണോ അല്ലാത്ത ആളാണോ എന്നൊക്കെ അവർക്ക് അറിയാം. നമ്മളത് ഏറ്റെടുക്കുന്നുമില്ല. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ വിഷയം ഉമ്മത്തിന്റെ മേൽ ശിർക്ക് ആരോപിച്ചവർ ഇതേ നിർവചനത്തിന്റെ പേരിൽ, ഇതേ തൗഹീദിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ശിർക്കും കുഫറും ആരോപിക്കുകയാണ്. എന്നിട്ട് ഈ ഫുലാനാണ് ഇവിടെ പട്ടിക്കാട് വന്ന് പ്രസംഗിച്ചത്.